കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവജന പഠനത്തിനായി വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹസുമാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടർന്ന് യൂട്യൂബിൽ ദൈവജനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെയും ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ എഗസ്കേൽ പുസ്തകം 33-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ അധ്യായത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നത് ജനത്തിൻ്റെ ദുഷ്ടതയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലായി പരാമർശിക്കുന്നത്. കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നും അവനത് പൂർണ്ണമായി നിവർത്തിച്ചില്ലെങ്കിൽ അവനുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നും, കാവൽക്കാരൻ പറയുന്നത് ജനങ്ങൾ കേട്ടില്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്നൊക്കെ ആരംഭഭാഗത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണാൻ കഴിഞ്ഞത് നീതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവൻ അതിക്രമം പ്രവർത്തിക്കുന്നു എങ്കിൽ, നീതി വിട്ട് അതിക്രമം പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ്റെ കഴിഞ്ഞ കാലങ്ങളുടെ നീതി പ്രവൃത്തികൾ ഒരിക്കലും അവനെ മരണത്തിൽ നിന്നും രക്ഷിക്കുകയില്ല, അവൻ മരിക്കും നിശ്ചയം. എന്നാൽ ദുഷ്ടൻ തൻ്റെ ദുഷ്ടത വിട്ട് പിന്തിരിയുന്നു എങ്കിൽ അവൻ ജീവിക്കും, അവനൊരിക്കലും ഇടറുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പഠിക്കുകയുണ്ടായി. ഇത് കണ്ടിട്ട് ഇസ്രായേൽ ജനം പറയുന്നു, ദൈവം നീതിയുള്ളവനല്ല, ദൈവത്തിൻ്റെ വഴി നീതിയുള്ളതല്ല എന്ന് പറയുന്നു. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നീതിമാനായി ജീവിച്ചു, പിന്നീട് ദുഷ്ടത പ്രവർത്തിച്ചു. പക്ഷേ അവൻ ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്നത് നീതിയുള്ളതല്ല എന്നവർ പറയുന്നു. ദൈവം വ്യക്തമായി പറയുന്നു, ഞാൻ പകരം കൊടുക്കുന്നത് അവനവൻ്റെ നടപ്പിന് തക്കവണ്ണമാണ് ഞാൻ പകരം കൊടുക്കുന്നത്. നീതി പ്രവർത്തിക്കുന്നവൻ നീതി വിട്ട് അതിക്രമം പ്രവർത്തിച്ചാൽ അവൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നീതി പ്രവർത്തി ഒരിക്കലും അവനെ രക്ഷിക്കുകയില്ല. എന്നാൽ അതേസമയം ദുഷ്ടത വിട്ട് പിന്തിരിയുന്നെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദുഷ്ടത കൊണ്ടു ഓർക്കാതെ അവൻ ജീവിക്കും എന്ന് വളരെ വ്യക്തമായും ഉറപ്പിച്ചും ഈ ഭാഗത്തെ കർത്താവ് പറയുന്നുണ്ട്. അതിലൂടെ നമ്മൾ കാണാൻ കഴിഞ്ഞത് ഒരു പ്രത്യേകമാകുന്ന ദിവസം 12-ാം ആണ്ട് 10-ാം മാസം 5-ാം തീയതി പ്രവാസത്തിൽ പോകാതെ യഹൂദയിൽ യെരുശലേമിൽ നടക്കുന്ന ആ നാശത്തിന് നടുവിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്ന ഒരു ചെറുപ്പക്കാരൻ യെഗസ്കേലിനടുത്ത് ദൂതുമായി എത്തുകയാണ് അവിടെ നടക്കുന്ന സംഭവത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി. അവൻ ആ ദൂതുമായി വരുമ്പോൾ തന്നെ തലേ ദിവസം തന്നെ യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു. പ്രഭാതമായപ്പോഴേക്കും ആ ബാല്യക്കാരൻ യെഗസ്കേലിനടുക്കൽ ദൂതുമായി എത്തി. അവിടെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്നു. ഒന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ ന്യായവിധി നടക്കുമെന്ന് യെഗസ്കേലിനോട് പറഞ്ഞുകൊണ്ടിരുന്ന ആ ന്യായവിധി, ആ ദൂത് പൂർത്തീകരിച്ചു എന്നത് ക്ലിയറായി അത് ആ ഒരു ദൂത് ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. 2, ഏറിയ നാളുകളായി അവൻ ഊമനായിരുന്നു. അവൻ്റെ ആ സംസാരിക്കാൻ കഴിയാത്ത അത് മാറിയിട്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി. 3-ാം അധ്യായത്തിൽ, എഗസ്കേലിന്റെ 3-ാം അധ്യായത്തിലാണ് അവൻ ഊമനായിത്തീരുന്നത്. ദൈവം അവനെ ഊമനാക്കി. 24-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ അവിടെ ന്യായവിധി ഉണ്ടാകുമെന്നും നശിക്കുമെന്നും അതിൻ്റെ നടുവിൽ നിന്ന് ഒരുവൻ രക്ഷപ്പെട്ട് നിന്റെ അരികിൽ വരുമെന്നും അപ്പോൾ നീ
വാ തുറന്ന് സംസാരിക്കുമെന്നും 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ 33-ാം അധ്യായത്തിലെത്തിയപ്പോൾ അത് നിവർത്തിക്കപ്പെട്ടു. അപ്പൊ ഏറിയ നാളുകളായി ഊമനായി കിടന്ന യെഹെസ്കേൽ ദൈവം അവനോട് പറഞ്ഞ ടൈമായപ്പോൾ അവൻ വാ തുറന്നു സംസാരിക്കാൻ തുടങ്ങി, വേണ്ടുവോളം സംസാരിക്കാൻ തുടങ്ങി. ഈ ബാല്യക്കാരൻ അവിടുന്ന് ഇവിടെ എത്തുവാൻ ഏകദേശം 6 മാസക്കാലം എടുക്കുമെന്നാണ് പറയുന്നത്. കാൽനടയായിട്ടാണ് വരുന്നത്. അവൻ 3 കാര്യങ്ങളെ തരണം ചെയ്തിട്ടാണ് വരുന്നത്. ഒന്ന്, ഇത്രയും ദൂരം നടന്നാണ് വരുന്നത്. ആരും കാണാതെ, ആരുടെയും കണ്ണിൽ പെടാതെ, ഒരുപക്ഷെ മലകൾ കയറി ഇറങ്ങി, അത് നേരെയുള്ള റോഡൊന്നും ആയിരിക്കത്തില്ല, എതിരെയൊക്കെ ചാടി മറിഞ്ഞ് വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചിട്ട് ആ മനുഷ്യൻ ഈ ദൂതുമായി അവിടെ എത്തുകയാണ്. 2, ഇവർ ചെല്ലുന്നത് ശത്രുവിൻ്റെ പാളയത്തിലേക്കാണ് ചെല്ലുന്നത്. ബാബിലോൺ രാജാവിൻ്റെ അടുക്കലേക്കാണ്, ആ ദേശത്തേക്കാണ് ചെല്ലുന്നത്. അപ്പം അവൻ്റെ യാത്ര വളരെ ദുർഘടമായിരിക്കുന്ന യാത്രയാണ്. അപ്പം ഈ നിലയിലാണ് അവന് ദൂതറിയിക്കാൻ ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെല്ലുന്നു, ദൂതറിയിക്കുന്നു. ആമേൻ. യെഹെസ്കേലിന്റെ വാ തുറന്നു, അവൻ സംസാരിക്കാൻ തുടങ്ങി. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമുക്കിനിയും 23 മുതൽ 23ഉം 24ഉം വാക്യം ഒന്ന് വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേൽ ദേശത്തിലെ ശൂന്യ സ്ഥലങ്ങളിൽ പാർക്കുന്നവർ അബ്രഹാം ഏകനായിരിക്കെ അവന് ദേശം അവകാശമായി ലഭിച്ചു. ഞങ്ങളോ പലരാകുന്നു, ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി ലഭിക്കും എന്ന് പറയുന്നു. ഇവിടെ ശൂന്യതകളിൽ പാർക്കുന്നവർ എന്ന് പറയുന്നത്, ശൂന്യത പാർക്കുന്ന ആരാണെന്നുള്ളത് വ്യക്തമായ നിലയിൽ ഇതിന് പുറകെ ഞാൻ പറയാം. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ദേശം അബ്രഹാം ഏകനായിരിക്കെ ദൈവം അവന് വാഗ്ദത്തമായി കൊടുത്തതാണ്. അവന് ദേശം അവകാശമായി ലഭിച്ചു. നമ്മൾ പലരാകുന്നു എന്ന് പറഞ്ഞാൽ, അബ്രഹാം മാറി, അബ്രഹാമിൻ്റെ തലമുറ 1-ാം തലമുറ, 2-ാം തലമുറ, 3-ാം തലമുറ, ഇങ്ങനെ പല തലമുറകളായി. അതുകൊണ്ട് ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി ലഭിക്കും എന്ന് ഇവർ പറയുകയാണ്. ഇതാണ് അവിടെ ചിന്താഗതി. അപ്പൊ യെരുശലേമിലും യഹൂദ്യയിലും അവശേഷിക്കുന്ന ചെറിയൊരു ശേഷിപ്പ് അവിടെയുണ്ട്. അവരാണ് ഈ ശൂന്യതയിൽ പാർക്കുന്നവർ എന്ന് പറയുന്നത്. ബാബിലോൺ രാജാവ് വന്ന് പൂർണ്ണമായി നശിപ്പിച്ച് അതിൻ്റെ അകത്ത് ശൂന്യതയിൽ ഒളിച്ചു പാത്ത് കഴിയുന്ന ഒരു കൊച്ചു ശേഷിപ്പ്. ഇവരാ പറയുന്നത്, ഇസ്രായേലായി മാറിയ രാജ്യം ഇത് അബ്രഹാമിന് ദൈവം വാഗ്ദത്തമായി കൊടുത്തതാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 14-15 ഭാഗത്ത് ആ ഭാഗം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവശേഷിക്കുന്ന ചെറിയൊരു ശേഷിപ്പ് അബ്രഹാമിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ്. അതുകൊണ്ട് ആ രാജ്യം ഞങ്ങളുടേതാണ് എന്നവർ പറഞ്ഞു. അതുകൊണ്ട് തങ്ങൾക്ക് ഭൂമി അവകാശമാക്കുമെന്നും, ഇപ്പോൾ ഈ ശൂന്യമായി കിടക്കുന്ന, തീ പിടിച്ച് മതിലിടിഞ്ഞ് നശിച്ചു കിടക്കുന്ന ഈ പട്ടണം ഞങ്ങളാൽ പുതുക്കി പണിയുമെന്ന്
അവർ കരുതി ആ നിലയിലുള്ളതായ ഒരു ചിന്താഗതിയാണ് അവർക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അവരിലൂടെയല്ല ദൈവം വീണ്ടും ഈ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നതെന്ന് അവർക്കറിയത്തില്ല. ദൈവം തിരിച്ചു വരുന്ന പ്രവാസത്തിൽ പോയി അവിടെ വന്ന് തിരിച്ചു വരുന്ന ആളുകളിൽ കൂടെ അവർക്കുള്ള വാഗ്ദത്തമാണ് ഇത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടും, പുനർപണിയപ്പെടുമെന്നുള്ളത് പ്രവാസത്തിൽ നിന്നും മടങ്ങി വരുന്ന ദൈവജനത്തിനുള്ള വാഗ്ദത്തമാണ്. അല്ലാതെ ആ ദേശത്ത് ശേഷിക്കുന്ന അവർക്കുള്ള വാഗ്ദത്തമല്ല അത്. എന്നാൽ അവർ വിശ്വസിച്ചിരിക്കുന്നത് ഇതിന് നടുവിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു, അതുകൊണ്ട് ഇനിയും ഈ ആലയം പണിയണമെങ്കിൽ ഞങ്ങൾ ഈ ദേശം പണിയുവാൻ ഞങ്ങളുണ്ട്, ഞങ്ങൾക്കുള്ളതാണ്, ഇനി ഇവിടെ ആരും തിരിച്ചു വരാൻ പോകുന്നില്ല, ഞങ്ങളാൽ മാത്രമേ ഇത് പണിയപ്പെടുത്തുള്ളൂ എന്നൊരു ചിന്താഗതിയിൽ അവരിയ്ക്കുകയാണ്. അപ്പം എന്നാൽ അവർക്ക് മനസ്സിലാക്കുന്നില്ല, ഇത് പ്രവാസത്തിൽ പോയ ദൈവജനമുണ്ട്, അവരെ ദൈവം ശുദ്ധീകരിച്ച് അവരെ ദൈവം മടക്കിക്കൊണ്ട് വന്ന് അവരിലൂടെയാണ് ഇത് ചെയ്യിക്കുവാൻ പോകുന്നതെന്ന് അവർക്കറിയത്തില്ല. ഇനി നമ്മൾ വായിച്ചു, ഇസ്രായേൽ ദേശങ്ങളിൽ ശൂന്യദേശങ്ങളിൽ പാർക്കുന്നവർ ആരാണ്? 2 രാജാക്കന്മാരുടെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കാം. 2 Kings chapter 25 verses 22. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യഹൂദ ദേശത്ത് ശേഷിപ്പിച്ചു വെച്ച ജനത്തിന് ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകനായ ഗെദല്യാവെ അധിപതിയാക്കി. ഓക്കെ, ഇനിയും യെരമ്യാ പ്രവചനം 52-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിച്ചു. ജെരമ്യാ ചാപ്റ്റർ 52 വേഴ്സ് 16. എന്നാൽ അകമ്പടി നായകനായ നെബൂസർ അദാൻ ദേശത്തെ എളിയവരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായും കൃഷിക്കാരായും വിട്ടേച്ചുപോയി. നോക്കണം, ആദ്യ ഭാഗം വായിച്ച ദരിദ്രരായിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ നെബൂഖദ്നേസർ ഒഴിവാക്കിയിട്ടിരുന്നു. അവരുടെ മേലധികാരിയായി ഒരുത്തനെ അവിടെ അധികാരപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് ദരിദ്രരായ ഒരു കൂട്ടം ജനം, അവരെ മുന്തിരിത്തോട്ടക്കാരായും കൃഷി ചെയ്യാനുമായി ദൈവം അവരെ അവിടെ ആക്കിയിരിക്കുകയാണ്. അവിടെ അവശേഷിച്ച കൊച്ചു ഗ്രൂപ്പ് അതാ. അപ്പൊ ശൂന്യതയിൽ പാർക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഇവരാൽ തള്ളപ്പെട്ട തഴയപ്പെട്ട് ദരിദ്രരായ മുന്തിരിത്തോട്ടം നോക്കാനും കൃഷിപ്പണികൾ ചെയ്യാനുമായി നിയമിച്ചാക്കപ്പെട്ട ഒരു കൊച്ചു ശേഷിപ്പ്. മറ്റൊന്ന്, മോബാബിൽ നിന്നും അമ്മോനിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും പലായനം ചെയ്തു വന്ന യഹൂദന്മാരും ഇവരോടൊപ്പമുണ്ട്. ഇവരെയാണ് ശൂന്യദേശങ്ങളിൽ പാർക്കുന്ന എന്ന് പറയപ്പെടുന്ന ഇവരെക്കുറിച്ചാണ്. ഒന്ന്, മോബാബിലും അമ്മോനിലും ചെതറിപ്പോയ അല്ലെങ്കിൽ ഈ പ്രശ്നം നടക്കുമ്പോൾ ഇവിടുന്ന് ഓടിപ്പോയ അവരിൽ കുറച്ച് ആളുകൾ തിരികെ വന്നു. അവരും നെബൂഖദ്നേസർ രാജാവ് ഇവിടെ ആക്കിയ അവർ മാറ്റി വെച്ചിട്ട് പോയ ഒരു കൂട്ടം ജനം, ഇവരാണ് ശൂന്യതയിൽ പാർക്കുന്നവരെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി യെരമ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വാക്യങ്ങളൊന്ന് വായിച്ച്. യെരമ്യാ ചാപ്റ്റർ 40 verses 10 to 10. ഞാൻ നമ്മുടെ അടുക്കൽ വരുന്ന കൽദയർക്ക് ഉത്തരവാദിയായി മിസ്പായിൽ വസിക്കും. നിങ്ങളോ വീഞ്ഞും പഴവും എണ്ണയും ശേഖരിച്ച് പാത്രങ്ങളിൽ സൂക്ഷിച്ച് നിങ്ങൾ കൈവശമാക്കിയ പട്ടണങ്ങളിൽ പാർത്തുകൊള്ളുവിൻ. അങ്ങനെ തന്നെ മോവാബിലും അമോന്യരുടെ ഇടയിലും ഏദോമിലും
മറ്റു ദേശങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരും ബാബേൽ രാജാവ് യഹൂദായിൽ ഒരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ടെന്നും ഷാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗെദല്യാവെ അവർക്ക് അധിപതിയാക്കിയിട്ടുണ്ടെന്നും കേട്ടപ്പോൾ സകല യഹൂദന്മാരും അവർ ചിതറിപ്പോയിരുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി യഹൂദാദേശത്തെ ഗെദല്യാവിന്റെ അടുക്കൽ മിസ്പായിൽ വന്ന് വീഞ്ഞും പഴവും അനവധിയായി ശേഖരിച്ചു. ഈ ഭാഗത്ത് കണ്ടല്ലോ ആരാ ശൂന്യയിൽ പാർക്കുന്നതെന്ന്. മോബാബിയിൽ നിന്നും അമ്മോനിൽ നിന്നും പലായനം ചെയ്ത് പോയ അവർ തിരികെ ഇവിടെ വന്ന് പാർക്കുകയാണ്. ഇവിടെ നെബൂഖദ്നേസർ രാജാവ് ഇട്ടിട്ട് പോയ ഒരു കൊച്ചു ഗ്രൂപ്പ്, അവരെയാണ് ശൂന്യതയിൽ പാർക്കുന്നവർ എന്ന് പറയുന്നത്. അവർ പറയുന്നതാണ്, ഇത് അബ്രഹാമൻ ഏകനായിരിക്കുമ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്താണ്, ഇത് ഞങ്ങളിപ്പോൾ വളർന്നു പന്തലിച്ചു, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അതുകൊണ്ട് ഈ നഷ്ടപ്പെട്ടു പോയ തകർന്നു കിടക്കുന്ന രാജ്യം ഞങ്ങളാൽ പണിയപ്പെടുമെന്ന് ഒരു ചിന്താഗതിയാണ് ഇവർക്കുള്ളത്. ഇനി 25ഉം 26ഉം വാക്യം ഒന്ന് വായിച്ചു. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മാംസം രക്തത്തോടുകൂടെ തിന്നുകയും നിങ്ങളുടെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയും രക്തം ചൊരിയുകയും ചെയ്യുന്നു. നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ? നിങ്ങൾ നിങ്ങളുടെ വാളിൽ ആശ്രയിക്കുകയും മ്ലേച്ഛത പ്രവർത്തിക്കുകയും ഓരോരുത്തരും തന്റെ കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ? ഓക്കെ, ഇവിടെ 23ഉം 24ഉം വാക്യങ്ങളിൽ അവിടെ ശൂന്യത പാർക്കുന്നവർ അവകാശപ്പെടുകയാണ്, ഇത് ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ദൈവം അതിന് മറുപടിയാണ് 25, 26 വാക്യത്തിൽ അവർക്ക് കൊടുക്കേണ്ട മറുപടി യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്. ശരിയാ, ദൈവം അബ്രഹാമിന് കൊടുത്തതാ. എന്നാൽ രാജ്യം ലഭിക്കണമെങ്കിൽ ആ ശൂന്യതയിൽ പാർക്കുന്നവർ, പ്രവാസത്തിൽ പാർക്കുന്നവർ മോശമായുള്ള എല്ലാ പ്രവൃത്തികളും വിട്ട് മോശ മുഖേന ലഭിച്ച കൽപ്പനകൾ, ലഭിച്ച പ്രമാണങ്ങൾ അനുസരിക്കണം. അവർ ചെയ്ത ചില ദുഷ്പ്രവൃത്തികൾ യെഹെസ്കേലിനെ യഹോവയായ ദൈവം കാണിക്കുന്നു. അതാണ് ഇവിടെ അക്കമിട്ടിങ്ങിന് പറയുന്നത്. 4 കൂട്ടം കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ രക്തത്തിലൂടെ മാംസം ഭക്ഷിക്കുന്നു, നിങ്ങൾ വിഗ്രഹങ്ങൾക്കെതിരെ നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുന്നു, നിങ്ങൾ രക്തം ചൊരിയുന്നു, കൂട്ടുകാരൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നു, പരസംഗം ചെയ്യുന്നു. അപ്പം മരണവും പ്രവാസ ജീവിതവും അതിജീവിച്ച ചെറിയൊരു ശേഷിപ്പ് ബാബിലോണിൽ ഉണ്ട്, അവിടെ നിന്നും വരും. അവർ ദൈവഭക്തരും ഉടമ്പടി പാലിക്കുന്നവരുമായിരുന്നില്ല. അവർ ദൈവത്തിൻ്റെ ഭക്ഷണ നിയമങ്ങൾ പാലിച്ചിട്ടില്ല, യഹോവയെ മാത്രം ആരാധിച്ചിട്ടില്ല. അവർ അക്രമശക്തരായിരുന്നു എന്ന് പറയുന്നു. ഇവർ പ്രവാസത്തിൽ പോയിട്ടില്ല, മരണം ആസ്വദിച്ചിട്ടില്ല, അതിൽ തെറ്റിയൊഴിഞ്ഞ് ജീവിക്കുന്ന ഒരു കൊച്ചു ശേഷിപ്പ്. എന്നാൽ ഒരു കൂട്ടം ജനം വാളിനിരയായി, ഒരു കൂട്ടം ജനം പ്രവാസത്തിൽ പോയി അവരടിമകളായി പാർക്കുമ്പോൾ ഇതൊന്നും അനുഭവിക്കാത്ത ഒരു ശേഷിപ്പ്, അവരെ തെറ്റുകളെക്കുറിച്ചാണ് ഇവിടെ എടുത്തു പറയുന്നത്. ആ തെറ്റുകളെക്കുറിച്ച് നോക്കാം. ഒന്ന്, ദൈവം മോശ മുഖേന പ്രമാണം കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നു, മാംസം രക്തത്തോടുകൂടെ കഴിക്കരുത് എന്ന പ്രമാണം കൊടുത്തിരുന്നു. ഇവിടെ പറയുന്നു, നിങ്ങൾ മാംസം രക്തത്തോടുകൂടെ തിന്നു. ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 14 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 17 വേഴ്സസ് 10 to 14.
ഇസ്രായേൽ ഗൃഹത്തിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആ, ആരെങ്കിലും വല്ല രക്തവും ഭക്ഷിച്ചാൽ ആ, രക്തം ഭക്ഷിച്ചവന്റെ നേരെ ആ, ഞാൻ ദൃഷ്ടി വെച്ച് അവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയും. ആ, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. ആ. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. അതുകൊണ്ടത്രേ നിങ്ങളിൽ യാതൊരുത്തനും രക്തം ഭക്ഷിക്കരുത്. ഓക്കെ. നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന ആ, പരദേശിയും രക്തം ഭക്ഷിക്കരുത് എന്ന് ഞാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത്. ആ. ഇസ്രായേൽ വായിച്ചു. ഇസ്രായേൽ മക്കളിലോ നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശികളിലോ ആരെങ്കിലും തിന്നാകുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അവൻ അതിന്റെ രക്തം കളഞ്ഞ് മണ്ണിട്ട് മൂടണം. അപ്പൊ ആ ഭാഗത്ത് രക്തത്തോടുകൂടെ കഴിക്കരുത്, മാംസം കഴിക്കരുത് എന്ന് പ്രമാണം കൊടുക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഇവർ രക്തത്തോടുകൂടെ മാംസം കഴിച്ചു. അപ്പൊ ആ തെറ്റ് അവർ ചെയ്തു. മോശ മുഖാന്തരം കൊടുത്ത പ്രമാണം അവർ ലംഘിച്ചു. 2, അവർ അന്യ ദൈവങ്ങളെ നേരെ മുഖം തിരിച്ചു. അന്യ ദൈവങ്ങളെ അവർ സേവിച്ചു. അതായത് നിങ്ങളുടെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിച്ചു. ദൈവം അവർക്ക് കൊടുത്ത 10 കൽപ്പനകളിൽ ഏറ്റവും ആദ്യത്തെ കൽപ്പനയാണ് ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുതേ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ ഭാഗം പറഞ്ഞിട്ടുണ്ട്. 1 മുതൽ വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രമാണം അവർക്ക് കൊടുക്കുമ്പോൾ ആ 10 കൽപ്പനയുടെ 1-ാമത്തെ കൽപ്പന അവർ 2-ാമത് ലംഘിച്ചു. അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായി തീർന്നു. 3 പറയുന്നു അവർ രക്തച്ചൊരിച്ചിൽ നടന്നു. രക്തം ചൊരി എന്ന് പറഞ്ഞാൽ ആളുകളെ കൊല്ലുന്നു. അവർ കൊടുത്ത 10 കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് നീ കൊല ചെയ്യരുതേ എന്ന പ്രമാണം അവിടുത്തെ കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ കൊല ചെയ്യുന്നു, രക്തം ചൊരിയുന്നു. അപ്പോൾ ഇത് 3-ാമത്തെ പാപം. 4-ാമത്തത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് വളരെ വ്യക്തമായി പറയുമ്പോൾ ഇവിടെ അവർ ചെയ്തത് കൂട്ടുകാരൻ്റെ ഭാര്യയെ വഷളാക്കി എന്ന് പറയുന്നു. അപ്പൊ ഈ 4 കൂട്ടം പാപങ്ങൾ അവർ ചെയ്തു. ഇത് 4 ചെയ്യാൻ പാടില്ല എന്ന് 10 കൽപ്പനയിലൂടെയും പ്രത്യേകമായി അവർക്ക് കൊടുത്ത കൽപ്പനയിലൂടെയും ദൈവം അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 1, മാംസം രക്തത്തോടുകൂടി കഴിക്കരുത്. അന്യ ദൈവങ്ങളെ ആരാധിക്കരുത്. ആരെ കൊല ചെയ്യരുത്. മറ്റ് പുരുഷന്മാരുടെ ഭാര്യമാരുമായി മോഹിക്കാൻ പോകരുത് എന്നീ പ്രമാണമുള്ളപ്പോൾ തന്നെ ഇവർ ആ പ്രമാണങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് അവർ അതെല്ലാം ചെയ്തു. അതെല്ലാം ചെയ്തിട്ടാണ് അവരിപ്പോൾ പറയുന്നത് അബ്രഹാമിന് അവകാശമായി ദൈവം കൊടുത്തു, അതുകൊണ്ട് ഇതിൻ്റെ അവകാശം ഞങ്ങൾക്കുമുണ്ട്, ഞങ്ങൾക്കിത് കൈവശമായി കിട്ടും, ഞങ്ങളെ പട്ടണം പണിയും എന്ന് പറയുമ്പോൾ 25-ാം വാക്യത്തിലും 26-ന്റെ അവസാന ഭാഗത്തും 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് നീ അവിടെ പറയേണ്ടത് ഇങ്ങനെയാണ്, ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി ലഭിക്കും എന്ന് പറയുമ്പോൾ 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ? ഈ വക പാപങ്ങൾ ചെയ്ത നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ? 26-ാമത്തെ വാക്യത്തിലും പറയുന്നു, ഈ വക ചെയ്തവരായ നിങ്ങൾ ദേശത്തെ കൈവശമാക്കുമോ എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവം ആവർത്തിച്ച് പറയുമ്പോൾ അതിനർത്ഥം അത്രമാത്രം പ്രാധാന്യത കാര്യത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. നിങ്ങൾ ഭൂമി കൈവശമാക്കേണ്ടതുണ്ടോ? ആക്കാൻ കഴിയുമോ? ഈ ചോദ്യം ആവർത്തിക്കുന്നു. അവർ ഭൂമി കൈവശമാക്കയില്ലെന്ന് ഊന്നിപ്പറയുവാൻ യഹോവയായ ദൈവം അത് 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്.
ഇസ്രായേലിൻ്റെയും യെരുശലേമിൻ്റെ അത് പുനഃസ്ഥാപിക്കുമെന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണത്. അത് നിവർത്തിക്കപ്പെടും. എന്നാൽ ഇതുപോലെയുള്ള ഭക്തി കെട്ടവരിലൂടെയല്ല ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നത്, ദൈവം തൻ്റെ വേല പൂർത്തീകരിച്ചെടുക്കുന്നത്. ഇവർ അതിന് യോഗ്യരല്ല. ഇവർ ശൂന്യതകൾ പാർത്ത് അവർ അങ്ങനെ ജീവിക്കുകയാണ്. അവരാണിത് അവകാശപ്പെടുന്നത്. അങ്ങനെ അവകാശപ്പെടുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, നിങ്ങൾ ഈ നിലയിൽ പാപം ചെയ്തവരായി നിങ്ങൾ എങ്ങനെ ദേശം കൈവശമാക്കും എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കേണ്ട വസ്തുത, ഇവരും അബ്രഹാമിൻ്റെ മക്കളാ, ഇവരും ഇസ്രായേൽ ജനമാണ്, ഇവരും യഹൂദ ദേശത്ത് വസിക്കുന്നവരാ. ഇവർക്കുമുണ്ട് ഗോത്രങ്ങളും, ഇവരും ഓരോരോ ഗോത്രങ്ങളിൽപ്പെട്ടവരാ. പക്ഷെങ്കിൽ യഹോവയായ ദൈവം വാഗ്ദത്തം കൊടുത്ത് പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ആ നില ജീവിക്കുന്ന ഭക്തന്മാർക്ക് മാത്രമേ ആ ദേശം കൈവശമാക്കാൻ കഴിയത്തുള്ളൂ എന്ന് യഹോവയായ ദൈവം ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്. പുതിയ സഭയോട് പറയുമ്പോൾ, ഈ കാലത്ത് ജീവിക്കുന്ന നമ്മളോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ, നമ്മൾ ഏത് നിലയിൽ ജീവിക്കുന്നവരായാലും കൊള്ളാം, നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ദൈവം നമുക്കായി, പുതിയ നിയമസഭയ്ക്കായി, ദൈവജനത്തിനായി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന വാഗ്ദത്തങ്ങൾ കൈവശമാക്കാൻ കഴിയത്തുള്ളൂ. തെളിവ് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ വാക്യങ്ങൾ ഒന്ന് വായിച്ചു. 1 Corinthians chapter 10 verses 1 to 5. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തോട് കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ഇവിടെ വളരെ അപ്പോസ്തലനായ പൗലോസ് വളരെ എടുത്തു പറയുകയാണ്, നമ്മുടെ പിതാക്കന്മാർ മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, ഒരേ ആത്മീയ ആഹാരം കഴിച്ചു. അവരനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ കുടിച്ചത്. വ്യക്തമായി ശ്രദ്ധിക്കുന്ന ഭാഗം, അവർ കുടിച്ചത് വേറെ വെള്ളമല്ല കുടിച്ചത്. അവർ കുടിച്ചത് അവർ അനുഗമിച്ചു വന്ന ആത്മീയ പാറയിൽ നിന്നാണ് കുടിച്ചത്. എല്ലാവരും ഒരുപോലെ ഭക്ഷിച്ചു, എല്ലാവരും കുടിച്ച വെള്ളം ഒരേ വെള്ളം, എല്ലാവരും അനുഗമിച്ചത് ആത്മീയ പാറയെ. എന്നാൽ എങ്കിലും അവിടെ എടുത്തു പറയുന്ന പദപ്രയോഗം എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്നിട്ട് ആ ഭാഗം അവസാനിക്കുന്ന ഇങ്ങനെയാണ്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു എന്നെടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് എന്നിലൂടെ ഈ രാത്രിയിൽ ദൈവം ശ്രദ്ധിക്കുന്ന യൂട്യൂബിലുള്ളവരോടും സൂമിലുള്ളവരോടും ഒക്കെ പറയട്ടൊരു കാര്യം, നമ്മൾ ചർച്ചിൽ ഏതിൽ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ടോ, നമ്മൾ ക്രിസ്തീയ മാർഗത്തിലായതുകൊണ്ടോ, നമ്മൾ സ്നാനപ്പെട്ടത് കൊണ്ടോ, നമ്മളെല്ലാം ദൈവജനം രാവിലും വൈകിട്ടും വായിച്ചത് കൊണ്ടോ, നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടോ നമുക്കുള്ള വാഗ്ദത്തം കൈവശമാക്കണമെന്നില്ല. നമ്മൾ കൈവശമാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ വായിക്കും, 1, ഇവരെല്ലാം ദുർമോഹികളായി തീർന്നു. അവർ മോഹം ഗർഭം ധരിച്ച്
പാപത്തെ പ്രസവിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ ഇവരെല്ലാം ദുർമോഹികളായിത്തീർന്നു. നാമും ദുർമോഹികളാകാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ഈ ചെറിയ ശൂന്യദേശങ്ങളിൽ പാർക്കുന്നവർ അവർ പറഞ്ഞത് കറക്റ്റാ, എന്നാൽ അവർ യോഗ്യരല്ല, അവർ തെറ്റുകൾ ചെയ്തവരാണ് എന്നതുപോലെ പുതിയ നിയമസഭയ്ക്കും ദൈവം വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്, ദൈവം നിയമങ്ങൾ തന്നിട്ടുണ്ട്. എന്നാൽ അത് പ്രമാണിക്കാതെ നമ്മൾ ഓർഡർ ബേസിൽ ഫോർമാലിറ്റിയുടെ പേരിൽ എന്തെല്ലാം ചെയ്താലും ദൈവം അത് ചെയ്തതായി കണക്കാക്കത്തില്ല. പിന്നെയോ ദുർമോഹമില്ലാത്തവരായി വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ വാഗ്ദത്ത ദേശം കൈവശമാക്കാൻ കഴിയത്തുള്ളൂ. അവരിൽ മിക്ക പേർക്കും വാഗ്ദത്ത നാട്ടിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞില്ല. അവർ പലരും മരുഭൂമിയിൽ വെച്ച് തന്നെ പട്ടുപോയി. നമുക്കറിയാം, മിസ്രൈമിൽ ഇറങ്ങിത്തിരിച്ചവരിൽ 2 പേര് മാത്രമേ കനാൻ ദേശമാകുന്ന വാഗ്ദത്ത നാട്ടിലെത്തിയിട്ടുള്ളൂ, യോശുവയും കാലേബും. ബാക്കി എല്ലാവരും മരുഭൂമിയിൽ പട്ടുപോയി എന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ പുതിയ സഭയ്ക്ക് വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 2 Corinthians chapter 7 verse 1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, ആ വാഗ്ദത്തങ്ങളെല്ലാം വളരെ വ്യക്തമായി തൊട്ട് മുകൾ ഭാഗത്ത് പറയുന്നുണ്ട്. ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ആത്മാവിലെ ജഡത്തിലെ സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുവീൻ എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയം ഈ വചന പഠനത്തിലൂടെ ഓർപ്പിച്ചുണർത്താനുള്ള കാര്യം, നമ്മുടെ പേര് ക്രിസ്തീയ പേരായതുകൊണ്ടോ, ഇല്ല നാം ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ, ഇല്ല എല്ലാ ആഴ്ചയും ചർച്ചിൽ പോയത് കൊണ്ടോ, ദൈവവചനം വായിച്ചത് കൊണ്ടോ, പ്രസംഗിച്ചത് കൊണ്ടോ, പാടിയത് കൊണ്ടോ, പ്രാർത്ഥിച്ചത് കൊണ്ടോ ഈ വാഗ്ദത്തങ്ങൾ കൈവശമാക്കണമെന്നില്ല. നമ്മൾ ഒരുപക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ കേട്ട് നമുക്ക് മറുപടി തന്നു കാണും. അതെല്ലാം ദൈവത്തിന് നീതിയാണ്. എന്നാൽ നമ്മളുടെ വാഗ്ദത്തങ്ങൾ ഈ ഭൂമിയിൽ കാണുന്ന അക്ഷരികമാകുന്ന ഭൗതികമാകുന്ന എന്തെങ്കിലും ലഭിക്കുന്നതല്ല നമ്മുടെ വാഗ്ദത്തം. നന്നായി മനസ്സിലാക്കിക്കൊള്ളുക. അക്ഷരികമാകുന്ന ഭൗതികമാകുന്ന എന്തെങ്കിലും ലഭിക്കുന്നതല്ല നമുക്കുള്ള വാഗ്ദത്തം. അത് ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൗതികമായി നമുക്ക് ലഭിക്കുന്ന ഭൗതിക നേട്ടങ്ങളല്ല നമ്മുടെ വാഗ്ദത്തം. അതറിയണമെങ്കിൽ പത്രോസ് ഇങ്ങനെ പറയുന്നുണ്ട്, അവർക്ക് ലഭിച്ച വാഗ്ദത്തം എന്ന് പറയുമ്പോൾ അത് നശിക്കുന്നതാണ്. അത് ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയുള്ള ഒരു വാഗ്ദത്ത ദേശമായിരുന്നു പഴയ നിയമ ഇസ്രായേലിന് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്തുവെങ്കിൽ പുതിയ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അഥവാ തൻ്റെ മണവാട്ടി സഭയ്ക്കുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത്, ദൈവ മക്കൾക്കുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത് ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവയില്ലാത്തതായ ഒരു വലിയ അവകാശത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. ആമേൻ. അല്ലാതെ ഈ ലോകത്തിൽ വില കൂടിയ കാറുകളോ വലിയ ബംഗ്ലാവുകളോ ഇതൊന്നും അതല്ല നമുക്കുള്ള വാഗ്ദത്തം. ഇത് വേണ്ടെന്നല്ല, അത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണം, എന്നാൽ അതല്ല നമ്മുടെ വാഗ്ദത്തം. ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ വാഗ്ദത്തമായി കാണുന്ന മൊത്തം അതാ. ദൈവജനം രാവിലും വൈകിട്ടും വായിക്കുന്ന, ദൈവമക്കൾ ഉൾപ്പെടെ ചിന്തിക്കുന്ന ഈ ലോകത്തിൽ ഭൗതികമാകുന്ന നേട്ടങ്ങളെ കുറിച്ച് പറയുന്നതാണ് നമ്മൾ വാഗ്ദത്തമായി കണക്കാക്കിയിരിക്കുന്നത്. അതല്ല നമുക്കുള്ള വാഗ്ദത്തം. ഈ ഭൂമിയിൽ എന്തെല്ലാം കിട്ടിയാലും അത് വാടുന്നതാണ്, അത് മാലിന്യപ്പെട്ടതാണ്, അത് നശിക്കുന്നതാണ്. എന്നാൽ ദൈവജനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത് നിലനിൽക്കുന്നതാണ്.
അത് വാടാത്തതാണ്, അത് മലിനപ്പെടാത്തതാണ്, അത് വാടിപ്പോകാത്തതാണ്, എന്നേക്കും നിലനിൽക്കുന്ന ഒരു വാഗ്ദത്തം. നമുക്കൊരവകാശമുണ്ട്. അതാണ് നമ്മുടെ വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ ലോകപ്രകാരം ലഭിക്കുന്ന വാഗ്ദത്തങ്ങളെ വാഗ്ദത്തങ്ങളായി കാണാതെ നമ്മെ തന്നെ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠമൊരു വാഗ്ദത്തമുണ്ട്, നമുക്കേണ്ടി ഒരുക്കിയിരിക്കുന്ന അവകാശമുണ്ട്. ആ അവകാശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ഇനി അതിന് 27 മുതൽ 29 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. Psalm verses 27 to 29. നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നാണ് ശൂന്യസ്ഥലങ്ങളിൽ പാർക്കുന്നവർ വാൾ കൊണ്ട് വീഴും. വെളിമ്പ്രദേശത്തുള്ളവരെ ഞാൻ മൃഗങ്ങൾക്ക് ഇരയായി കൊടുക്കും. ദുർഗങ്ങളിലും ഗുഹകളിലും ഉള്ളവരോ മഹാമാരി കൊണ്ട് മരിക്കും. ഞാൻ ദേശത്തെ പാഴും ശൂന്യവും ആക്കും. അതിന്റെ ബലത്തിന്റെ പ്രതാപം നിന്നു പോകും. ഇസ്രായേൽ പർവ്വതങ്ങൾ ആരും വഴി പോകാതെ വണ്ണം ശൂന്യമായി തീരും. ഇവിടെ ശൂന്യതയിൽ പാർക്കുന്നവർക്കുള്ള അടുത്തൊരു ദൂത. അവരോട് പറയണം, അവർ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുക. മോബാവ് ദേശത്ത് നിന്നും അമ്മോനിൽ നിന്നും ഓടി വന്ന യഹൂദന്മാരും നെബൂഖദ്നേസർ രാജാവ് ഇട്ടിട്ട് പോയ ആ ഗ്രൂപ്പൊക്കെ ചിന്തിച്ചിരിക്കുന്നത്, ഞങ്ങൾ രക്ഷപ്പെട്ടു. ഒരുപക്ഷെ ഹൃദയത്തകത്ത് പറഞ്ഞു കാണും, ഓ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു, ദൈവം അത്ര നല്ലവനാണെന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷെ അവർക്കുള്ളൊരു ദൂത് പറയുന്നുണ്ട്, അവരും ന്യായവിധിയിലൂടെ കടന്നു പോകണം. കാരണം ദൈവം ഈ ജനത്തെ പ്രവാസത്തിലേക്ക് വിട്ടതും ദൈവം ആ ദേശത്ത് ന്യായവിധി വരുത്തിയതും അതിന് പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്, ദൈവം കുറേ പേരെ കൊന്നിട്ട് കൈകൊട്ടി ചിരിക്കാനല്ല വിട്ടത്, കുറേ ജനത്തെ പ്രവാസത്തിൽ വിട്ട് സന്തോഷിക്കാനല്ല. പിന്നെയോ ആ മ്ലേച്ഛതകൾ കൊണ്ട് നിറഞ്ഞ ആ സ്ഥലം ദൈവത്തിന് വിശുദ്ധീകരിക്കണം. 2, അതിനൊരു കൂട്ടത്തെ വേർതിരിച്ചിട്ട് അവരെ പ്രവാസത്തിൽ വിട്ടിട്ട് അവരിൽ നിന്ന് നല്ലൊരു ഗ്രൂപ്പിനെ, ദൈവത്തിന് കൊള്ളാവുന്നൊരു ഗ്രൂപ്പിനെ ഉരുവാക്കി എടുത്ത് ദൈവം വീണ്ടും ഈ രാജ്യത്ത് കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഈ പട്ടണം പണിയിപ്പിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. ഒന്നുകൂടി പറയാം, ദൈവത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കുറേ പേരെ കൊന്നിട്ട് സന്തോഷിക്കുന്നതല്ല. ദൈവത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, ഇത് മ്ലേച്ഛതകൾ കൊണ്ട് നിറഞ്ഞു, വിഗ്രഹാരാധനകൾ കൊണ്ട് നിറഞ്ഞു, ദൈവത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു. ദൈവമഹത്വം ആലയം വിട്ട് പോയി. യെരൂശലേം ദേവാലയത്തിനകത്ത് 24 മണിക്കൂറും നിലനിന്നിരുന്ന ദൈവികമാകുന്ന തേജസ് എന്നേക്കുമായി വിട്ടുപോയി. അങ്ങനെ വന്നപ്പോൾ ഇത് പൂർണ്ണമായി നശിപ്പിക്കണം. ഇതിൽ നിന്നൊരു ശേഷിപ്പിനെ ദൈവം ബാബിലോണിലേക്ക് കൊണ്ടുപോയി. നമുക്കറിയാം, അതുകൊണ്ടാണ് ബാബിലോണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം ചില പ്രവാചകന്മാരെ അവിടെ എഴുന്നേൽപ്പിച്ചു. ദാനിയേല്, യെശയ്യാവ്, തുടങ്ങിയ യെഹെസ്കേൽ തുടങ്ങിയ പ്രവാചകന്മാരെ ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചു. കാരണം ആ പ്രവാസത്തിലിരിക്കുന്ന ജനത്തെ ഒന്ന് നന്നായി ഒരുക്കിയെടുക്കുവാൻ വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരായിരുന്നവർ. അവരെ ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചു. അവർ അവിടെ നന്നായി കർത്താവിന് വേണ്ടി അവരെ ഏൽപ്പിച്ച അരുളപ്പാട് അവർ കൊടുത്തു. അവരെ ശുദ്ധീകരിച്ച് വീണ്ടും ഈ രാജ്യത്തെ കൊണ്ടുവന്ന് ഈ നഷ്ടപ്പെട്ടതായ ആലയം പുതുക്കി പണിയണം, അതിന് മതിലുകൾ കെട്ടണം. ഇതിലായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അങ്ങനെയുള്ള പദ്ധതിയിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ ഈ പ്രശ്നം വന്ന് ന്യായവിധി വന്നപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോയി രക്ഷപ്പെട്ടു. കുറേ ആളുകൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ദൈവം
അത് ആഗ്രഹിക്കുന്നില്ല. അവിടെ ശേഷിക്കപ്പെട്ട ശൂന്യതയിൽ പാർക്കുന്നവരെ കൊണ്ട് അവരുടെ ആലയം പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവർ പാപം ചെയ്തവരാണ്. ഈ പാപം ചെയ്യുന്ന ദേഹികൾ മരിക്കണം, അത് നിശ്ചയമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, നിശ്ചയം. ദൈവം എടുത്തു പറയുന്നു, നീതിമാനായി ജീവിച്ചിട്ട് അവൻ നീതികേട് ചെയ്താൽ മരിക്കും. ദുഷ്ടൻ തന്നെ ദുഷ്ടത വിട്ട് പിന്തിരിഞ്ഞാൽ അവൻ ജീവിക്കും. അതുകൊണ്ട് ഈ കൂട്ടർ അവിടെ ശൂന്യതയിൽ പാർക്കുന്നെങ്കിൽ തന്നെയും തങ്ങളുടെ അഹംഭാവം മാറിയിട്ടില്ല, തങ്ങളുടെ അഹങ്കാരം മാറിയിട്ടില്ല, തങ്ങളുടേതായിരിക്കുന്ന സ്വയം പ്രശംസകൾ മാറിയിട്ടില്ല. ഇപ്പോഴും പറയുന്നത് അബ്രഹാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഞങ്ങൾ. അതുകൊണ്ട് അബ്രഹാമിന് അവകാശമായി കൊടുത്ത ദേശം ഞങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ദൈവം ഞങ്ങളെ കൊണ്ട് പണിയിപ്പിക്കും എന്ന് നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞില്ല, ഞാൻ അവിടെ ഒരുത്തനെ ശേഷിപ്പിക്കുകയില്ല, എല്ലാത്തിനെയും ഞാൻ പല നിലകളിൽ അവൻ നശിപ്പിക്കുമെന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. വാളിനാലോ വന്യമൃഗങ്ങൾ മൂലമോ രോഗങ്ങൾ മൂലമോ അവർ മരിക്കുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അവരെ അഭിമാന മനോഭാവം എന്നേക്കുമായി അവസാനിക്കും. ദൈവ രാജ്യത്തെ ശൂന്യമാക്കും, അത് മരുഭൂമി പോലെയാകും. അവർ ഇതിന് നടുവിൽ ജനം മനസ്സിലാക്കും, യഹോവ ദൈവമാണെന്ന് ജനം മനസ്സിലാക്കും. രക്ഷപ്പെട്ടവർ യഥാർത്ഥ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് അവർ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചതേ, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കുറച്ച് സമയത്തേക്ക് മാത്രം അവർക്കൊരു ഗ്യാപ്പ് കിട്ടി. എന്നാൽ ആ ഗ്യാപ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ വാളും മൃഗങ്ങളും മാരകമാകുന്ന രോഗങ്ങൾ കൊണ്ട് മൂടി ദൈവജനത്തെ മുഴുവനും നശിപ്പിച്ച് ദൈവപ്രദേശം ശൂന്യമാക്കി, അതൊരു മരുഭൂമിയെ പോലെയാക്കി എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇതിന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഈ രാത്രി നിർത്തിക്കൊള്ളാം. ഒന്ന്, നാം ഈ പാപം ചെയ്യുന്ന ദേഹി മരിക്കും, നിശ്ചയം, അതിന് മാറ്റമില്ല. രണ്ട്, ദൈവം തന്നെ പ്രവൃത്തി ചെയ്യിക്കുന്നത് തൻ്റെ ഭക്തന്മാരിൽ കൂടെയാണ്. എന്നുള്ള യാഥാർത്ഥ്യം രണ്ടാമത് ഓർപ്പിച്ചു കൊള്ളുന്നു. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മെ തന്നെ ദൈവം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ജീവിക്കുന്ന കാലമത്രയും നീതികേട് പ്രവർത്തിക്കാൻ, നീതിമാനായി ജീവിപ്പാൻ ഉള്ള കൃപ തരണമേ. ആത്മാവിലും ജഡത്തിലെയും സകല കന്മഷവും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയോട് ജീവിപ്പാനുള്ള കൃപ തരണമെന്ന് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അവരെല്ലാം ദുർമോഹികളായി പോയതുപോലെ ഞാൻ ദുർമോഹത്താൽ പിടിക്കപ്പെട്ട് എൻ്റെ വാഗ്ദത്ത ദേശം കൈവശമാക്കാതെ നഷ്ടപ്പെട്ടു പോകല്ലേ. എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന അവകാശങ്ങൾ നഷ്ടപ്പെടുവാൻ അനുവദിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോ ദിവസം പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ഒരുക്കിയെടുക്കാം. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.